ഞാൻ കുറച്ച് നാളായി ശ്രദ്ധിക്കുന്നു. ഷീലേച്ചി എന്താ ഓഫീസിൽ ഇപ്പോ ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ. എനിക്ക് മരിക്കാൻ തോന്നുന്നു. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ. കാര്യം എന്താന്ന് പറയാ ചേച്ചി. ഷീലേ തുടച്ചത് എന്റെ ഷീല ഐസ്, ഷീല വെള്ളം തുടക്കന്റെ ഷീല. നീ മിക്സർ കൊണ്ടിരാൻ വേറെ പറയണ. ഓ ഡ്രൈ അടിക്കല്ലടോ മനുഷ്യ. ഷീലേ ആ ബീഫ് ഒന്ന് കൊണ്ടുപോവാ. കടയിലൊക്കെ വിക്കണ സാധന ചീര. ആ ചീര വിക്കണ പെണ്ണിന്റെ പേരോ മീര. മീര വിക്കണ ചീര വേണ്ടമാ. ആ ചീര വിക്കണ മീര വേണ്ടമാ. അപ്പൊ ചേച്ചിക്ക് ഇതൊക്കെ സത്യേട്ടൻ്റെ അടുത്ത് പറഞ്ഞൂടെ? ഞാൻ പറയാഞ്ഞിട്ടാണോ? ഇതാണ് നിങ്ങൾ ഈ ഭാര്യമാരുടെ കുഴപ്പം. എടി ഞാൻ സ്വന്തം കുടുംബത്തിരുന്നിട്ടല്ലേ കുടിക്കണേ, അല്ലാണ്ട് കിട്ടണ കാശ് കൊണ്ട് വല്ല ബാറിലും കൊടുക്കല്ലോ, റോട്ടിൽ കുടിച്ച് കെടുക്കല്ലോ ചെയ്യണത്. സ്വന്തം കുടുംബത്തും സമാധാനം തരില്ല വെച്ചാ മേലെ ഈ ജാതി വർത്താനം പറഞ്ഞാണ്ടല്ലോ സ്വഭാവം നീ അറിയും. വെറുതെ അടി ആണുങ്ങൾ നാശായി പോണത്. നിന്നെ പോലെ ഭാര്യമാരുള്ളോണ്ടാ. എല്ലാ ശനിയാഴ്ച വൈകുന്നേരമായി തുടങ്ങും, ഞായറാഴ്ച വരെ ഈ കുടിയും വട്ടകാസവും. ഞാനും ജോലിക്ക് പോണതല്ലേ, ഒരു ദിവസം റെസ്റ്റ് എടുക്കാന്ന് വെച്ചാൽ എനിക്ക് അതിനും പറ്റില്ല. ഞാൻ മടുത്തു സുമേ ഈ മനുഷ്യനെ കൊണ്ട്. എല്ലാ ശനിയാഴ്ചയും ഇവിടെ തന്നെ കൂടണമെന്നുണ്ടോ? ഓരോരുത്തരുടെ വീടുകളിൽ മാറി മാറി കൂടിക്കൂടെ? അങ്ങോട്ട് ചെന്നാ മതി, അവരെ പെണ്ണുങ്ങൾ ഓടിപ്പിക്കും. ഇവിടത്തെ മനുഷ്യൻ പിന്നെ എല്ലാവരും വിളിച്ചു കയറ്റായിരിക്കല്ലേ. എന്നാലേ ചേച്ചി ഒരു കാര്യം ചെയ്യും. നമ്പ്യാരെ ഇതിലും കൂടി സത്യേട്ടാ ആ ചിക്കൻ ഫ്രൈ ഒന്ന് എടുത്തിട്ട് വരുമോ? അത് കരിഞ്ഞുണ്ടാവപ്പത്. ഞാൻ അതെടുക്കാൻ തന്റെ മറ്റോള് വരുന്നുണ്ട്. നമ്പ്യാരെ എടുത്തടിക്കറോ എന്നിട്ട് പോ. ചാടുകളിൽ കൂടമ്പു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. ആ പൂമരക്കൊമ്പിൽ ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ആ ഹലോ. സത്യൻ എവിടെയാ? ഇല്ലല്ലേ, ഞാൻ ഓഫീസിലാ. ആ അതെ, ഈ ആഴ്ച നമ്മുടെ കൂടലൊന്ന് മാറ്റി വെക്കേണ്ടി വരും. ഞാൻ അത്യാവശ്യമായിട്ടേ ഒരു സ്ഥലം വരെ പോവാ. എന്തിനാ മാറ്റി വെക്കണേ? രാവിലെ ഷീല വിളിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടിന്റെ കാര്യം ഓർമ്മിപ്പിക്കാൻ. നിനക്ക് ബിസിയാണ്, നീ പൊക്ക സത്യ. ഞങ്ങൾക്ക് കമ്പനി തരാൻ ഷീല ഉണ്ടല്ലോ, അല്ലെങ്കിൽ നീ ഇല്ലാതിരിക്കുന്നത് നല്ലത്. പോക്കറ്റും ഇല്ലല്ലോ വെക്കാൻ.